സാധാരണ വൈകുന്നേരങ്ങളിൽ ഈ പക്ഷികൾ വെള്ളത്തിനടുത്തൂടെയൊക്കെ വരാറുണ്ട്, മരത്തിൽ റൂസ്റ്റ് ചെയ്യാനായിട്ട്. ഒത്തിരി എണ്ണം ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടമായിട്ട് വരാറുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ ഈ നെറ്റ് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഈ നെറ്റിലൊക്കെ വന്നിട്ട് വൈകിട്ട് വെച്ചിട്ട് രാവിലെ വരുമ്പോഴത്തേക്കിന് 100 കണക്കിന് പക്ഷികളൊക്കെ വന്നിട്ടാണ് ഈ നെറ്റിൽ സ്റ്റക്കായിട്ടിരുന്നത് അവർക്ക് കാണാൻ പറ്റിയത്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഇവർ ഈ പക്ഷികളെ എടുക്കും, എന്നിട്ട് ഇവർ കൊണ്ട് കുക്ക് ചെയ്ത് ഇവർ കഴിക്കും. അല്ലാത്ത പക്ഷികളൊക്കെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ വിൽക്കുന്നതും ഇവർക്ക് മനസ്സിലായി. നാഗാലാൻഡ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നാഗാലാൻഡ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ട്രഡീഷൻ്റെ പാർട്ടാണ്. അവർ മൃഗങ്ങളെ കൊല്ലുക, തിന്നുക, പക്ഷികളെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ട്രഡീഷൻ്റെ പാർട്ടാണ്. അതുപോലെ ബുഷ് മീറ്റും കാട്ടിലുള്ള മൃഗങ്ങളുടെ ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ട്രഡീഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒറ്റയടിക്ക് വന്നിട്ട് ആരെങ്കിലും ചെന്ന് പറയും ഇത് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ഷോക്കായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അവിടെ ചെന്നു, അവിടെ കുറേയേറെ എൻജിഒ ചെന്നിട്ട് അവരെ മനസ്സിലാക്കി ഇതൊരു പാസേജ് മൈഗ്രൻ്റ് പക്ഷി എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രാമത്തിൽ കുറേ ദിവസങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു പക്ഷിയാണ്. ഇത് കഴിഞ്ഞാൽ ആഫ്രിക്കയിലോട്ട് പറക്കേണ്ട ഒരു പക്ഷിയാണ്. നിങ്ങളിതിനെ ഇങ്ങനെ വലിയ കൂട്ടമായിട്ട് പിടിച്ച് കൊന്നു തിന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പക്ഷിയുടെ ഈ വംശം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവിടെ ഈ പങ്ക്തി എന്നുള്ള വില്ലേജിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ പങ്ക്തിയിലുള്ള വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഇത് മാറി. അവരൊന്നും അതിൽ പിന്നെ ഒരൊറ്റ പക്ഷിയെ പോലും അവർ കൊന്നിട്ടില്ല. അവർ നെറ്റുകളൊക്കെ റിമൂവ് ചെയ്തു. ആൾക്കാർ ഈ പക്ഷികളെ സഹായിക്കാൻ ഇറങ്ങി. നേരത്തെയുള്ള പഴയൊക്കെ നെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ പക്ഷികളെയൊക്കെ എടുത്ത് അവർ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഹണ്ടിങ് മൊത്തമായിട്ടും ഈ 4 പേര് കൂടിയിട്ടാണ് ഈ ഹണ്ടിങ് മൊത്തമായിട്ട് അവർ നിർത്തലാക്കിച്ചത്. ഇപ്പോൾ ഈ നാഗാലാൻഡിലുള്ളവരൊക്കെ ഈ അമൂർ ഫാൽക്കൻ്റെ വരവ് കാത്തിരിക്കാറുണ്ട്, അവിടെയുള്ള നാട്ടുകാരും വില്ലേജുകളുമൊക്കെ. ഇതിപ്പോൾ അവിടെ ഒരു അമൂർ ഫാൽക്കൺ ഫെസ്റ്റിവൽ എന്ന് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നാഗാലാൻഡിനെ അറിയപ്പെടുന്ന അമൂർ ഫാൽക്കൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടാറുണ്ട്. ഈ 4 പക്ഷി നിരീക്ഷകർ കാരണം ആക്ച്വലി ഒരു ഗ്ലോബൽ പോപ്പുലേഷൻ, ഒരു ലോകത്തുള്ള ഈ അമൂർ ഫാൽക്കൻ്റെ മുഴുവൻ സംഖ്യയും സംരക്ഷിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ് സ്റ്റോറി.